നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന മാഗ്നറ്റിസമാണ്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് മാഗ്നറ്റിക് ഫീൽഡാണ് എടുക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം. നിങ്ങൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ചാർട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും 30 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അത്രത്തോളം ഒന്നും ആയിക്കൊള്ളുന്നില്ല. എന്നാൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഒരു എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ആ വൈറ്റ് പേപ്പറിൽ മിഡിലായിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. മിഡിലായിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. അങ്ങനെ ഒരു ലൈൻ കറക്റ്റ് വരച്ച് വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബാർ മാഗ്നറ്റ് ഫിക്സ് ചെയ്യുക. ബാർ മാഗ്നറ്റിൻ്റെ ഫിക്സ് ആക്കിയിട്ട് അതിൻ്റെ നോർത്തും സൗത്തും ഡയറക്ഷൻ കറക്റ്റാക്കി വെക്കുക. അതായത് അതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് എഴുതി വെക്കുക. ഓക്കെ. എന്നിട്ട് നോർത്തും സൗത്തും ഡയറക്ഷൻസ് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുക്കുക. മാഗ്നറ്റിക് കോമ്പസ് എടുത്തിട്ട് മാഗ്നറ്റിക് കോമ്പസിൽ അതുപോലെ മാഗ്നറ്റിക് കോമ്പസുകൾ എടുത്തിട്ട് അതിൽ നിങ്ങൾ അതിൻ്റെ ഡയറക്ഷൻസ് ഇങ്ങനെ വരിക്കി വെക്കുക. മാഗ്നറ്റിക് കോമ്പസ് ആദ്യം ഇവിടെ മിഡിൽ വെക്കുക, അടുത്ത മിഡിൽ വെക്കുക, അടുത്തതിൽ വെക്കുക, അതിൻ്റെ അടുത്തതിൽ വെക്കുക, ഇങ്ങനെ വെക്കുക, അടുത്തതിൽ വെക്കുക. ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ചെയ്യുക. ഇനി അതേപോലെ ഇപ്പുറത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പുറത്തൊന്നും അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ വെക്കുക, ഇതിവിടെ അടുത്ത് വെക്കുക, അതിൻ്റെ അടുത്ത് വെക്കുക, അതിൻ്റെ അടുത്ത് വെക്കുക. ഇങ്ങനെ ഈ ഡയറക്ഷനിലും ചെയ്യാം. അങ്ങനെ വെക്കുമ്പോൾ നോക്കാം, ഇതിൻ്റെ മിഡിൽ വെക്കുമ്പോൾ ഇതിൻ്റെ നോർത്തും സൗത്തിൻ്റെ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. പിന്നെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ മുതൽ തുടങ്ങാം. ഇവിടെ നോർത്ത് ആയതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഈ ഭാഗത്ത് സൗത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, നോർത്ത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും, സൗത്ത്. ഇവിടെ എന്തായിരിക്കും, നോർത്ത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും, സൗത്ത്, നോർത്ത് അല്ലേ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും, സൗത്ത്. ഇവിടെ എന്തായിരിക്കും, നോർത്ത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് അവസാനം എൻഡ് ചെയ്യുന്നത് ഇവിടെ എന്താണ്, നോർത്ത്. അപ്പോൾ ഈ വശങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ വശങ്ങളിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക, ഈ നോർത്തിൻ്റെ ഇവിടെ സൗത്തും അതുപോലെ സൗത്തിൻ്റെ ഇവിടെ നോർത്തുമായിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഈ വശവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ചുറ്റുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ, ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ റേഞ്ചിൽ ഇങ്ങനെ ഒരു ലൈന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഈ ചിത്രം വരച്ച പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ. ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ഇൻഫിനിറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പോൾ അതും നമുക്ക് മനസ്സിലായല്ലോ, എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാമെന്ന്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും ഒരുപാട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ക്ലിയർ. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, അപ്പോൾ അതെന്താണ് തുടങ്ങുന്നത്, മാഗ്നറ്റിക് ലൈൻസ് ഫോഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നോർത്ത് നിന്ന് സൗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ. The imaginary lines indicating the influence of magnetic force and its direction. Such a line is the magnetic lines of force. Okay. ഇതിനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു തരം ഫോഴ്സാണ്. ഓക്കെ. ഇനി അടുത്ത മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും ഒരുപാട് മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്. അതൊരു ഫോഴ്സ്, മാഗ്നറ്റിൻ്റെ ഫോഴ്സിന് കാരണമായിട്ടുള്ളത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സാണ്.
ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. എന്താ ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ലൈൻസ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്, ഇങ്ങനെ ഒരുപാടെണ്ണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു ക്യൂബ് ഒരു പ്രത്യേക ഒരു ക്യൂബ് എടുത്തു, ഒരു യൂണിറ്റ് ഏരിയ എടുത്തു. ആ യൂണിറ്റ് ഏരിയയിൽ എത്ര മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്? 1, 2, 3, 4. ഇതിലിപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് 4. അപ്പോൾ ഓരോ ഏരിയയിലും, ആ ഒരു യൂണിറ്റ് ഏരിയയിലും എത്ര എണ്ണം മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട് എന്നതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഒന്നും കൂടി പറഞ്ഞതാണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ എക്സ്പീരിയൻസ് ഇൻ ഓൾ ഡയമെൻഷൻസ് അറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എല്ലാ ഇതിലും ചുറ്റും എന്തുണ്ട്, എല്ലാ ഡയമെൻഷനിലും എന്തുണ്ട്, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ the number of magnetic lines of force passing a normal to unit area is magnetic flux density of that region. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രത്യേക യൂണിറ്റ് ഏരിയയിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ പറയുന്ന പേരാണ്, മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണത്തെ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഏരിയയിൽ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ചിത്രത്തിൽ ഈ ഏരിയയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം വിചാരിക്കും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം, ആ ഏരിയയിൽ എത്ര മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടെന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിക് ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇനി അടുത്തൊരു സ്ട്രക്ചറാണ്, ഒരു കാര്യമാണ് നമ്മുടെ ഈ നോർത്ത് പോൾ, ഈ പോൾ ഓഫ് അട്രാക്ഷനും റിപ്പൽഷനും പഠിച്ചില്ലേ മാഗ്നറ്റിൻ്റെ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ അതിനൊരു മാഗ്നറ്റ് എടുത്ത്, മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, സൗത്ത് മാഗ്നറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതിൽ നിന്ന് ഈ ഫീൽഡ് ലൈൻസ്, നമ്മുടെ ഫോഴ്സ് ഓഫ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ എൻഡ് ചെയ്യുന്നു, അല്ലേ? സൗത്തിൽ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ മൈൻഡിൽ എന്തായാലും വേണം. ഓക്കെ, നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ പോയിട്ട് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവണം. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? നോർത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ പോയി എൻഡ് ചെയ്യുന്നു? സൗത്തിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഐഡിയ ഉണ്ടാവൂ. ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ ആദ്യത്തെ ഫിഗർ എ, ഈ ചിത്രത്തിലെ ഫിഗർ എയിൽ നോക്കാം. എന്താ സംഭവിക്കുന്നത്? ഫിഗർ എയിൽ രണ്ട് മാഗ്നറ്റുകൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ് ഡയറക്ഷൻ പോകുന്നത്? ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്, അല്ലേ? ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ്, അല്ലേ? ഏറോ ഇങ്ങോട്ടല്ലേ, അല്ലേ? നോർത്താണ്, നോർത്തിൽ നിന്ന് പോകുന്നു നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മാഗ്നറ്റിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിലാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ലൈൻസുകൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് വരുമ്പോൾ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. രണ്ടുപേരും ഒരുമിച്ച് ഒരേ രീതിയിൽ ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും ഒരേ രീതിയിൽ അടുപ്പിച്ച് ഫോഴ്സ് ചെയ്താൽ എന്ത് ചെയ്യും? അത് റിപ്പൽഷന് വിധേയമാകും. ഓക്കെ, ക്ലിയർ? രണ്ടുപേരും ഒരുമിച്ച് ഇതേ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റിപ്പൽഷന് വിധേയമായിക്കൊണ്ടിരിക്കും, അല്ലേ? ഇതേ കേസ് തന്നെയാണ് ഞാൻ സൗത്തും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതും കൂടി നമുക്ക് ഇതിൽ ചിത്രത്തിൽ വരച്ചിട്ടില്ല. സൗത്ത് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു മാഗ്നറ്റ് വെച്ചു, രണ്ടാമത്തെ മാഗ്നറ്റും വെച്ചു, അല്ലേ?
ഇത് രണ്ടും സൗത്താണ്. ഒരു മാഗ്നറ്റ് വെച്ചു, ഒരു മാഗ്നറ്റ് വെച്ചു. രണ്ടാമത്തെ മാഗ്നറ്റും വെച്ചു. രണ്ടും സൗത്താണ്. രണ്ടിൻ്റെയും എന്താണ് പോൾസ് ഇവിടെ എൻഡ് എന്ന് പറയുന്നത് സൗത്ത്, ഈ സൗത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോവുക അല്ലേ. സൗത്തിൽ നിന്ന് സൗത്തിൽ നിന്ന് എങ്ങോട്ടാണ് സൗത്തിലേക്ക് വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ് ഇങ്ങോട്ട് വരും. അത് നമുക്ക് വേറൊരു കളറിൽ കൊടുക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിലേക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വരുന്നു. അതേമാതിരി മറ്റേതിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വരുന്നു അല്ലേ. ഇതിൻ്റെ ഫീൽഡ് ലൈൻസ്, അപ്പോൾ ഈ ഫീൽഡ് ലൈൻസുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഈ ഭാഗത്തും എന്ത് ചെയ്യും, റിപ്പൽഷനേക്കുണ്ടാകും. ഈ ഫീൽഡ് ലൈൻസുകൾ ഒരുമിച്ച് ഒരു ഇതിലേക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യും, റിപ്പൽഷനാണ് രണ്ട് ഭാഗത്തുണ്ടാകുക. അപ്പോൾ അതാണ് ഒരേ സെയിം പോളുകളാകുമ്പം റിപ്പൽ ചെയ്യാനുള്ള കാരണം ഇതാണ്. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യാൻ കാരണം ഈ ഇതുകൊണ്ടാണ്. ഓക്കെ, ഇനി അട്രാക്റ്റ് ചെയ്യാനുള്ള സെയിം പോൾസുകളാണെങ്കിൽ, ഇപ്പോൾ ഓപ്പോസിറ്റ് പോളുകളാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എൻഡ് ചെയ്യും, സൗത്തിൽ എൻഡ് ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നു. നോർത്തിൽ നിന്ന് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എന്ത് ചെയ്യും, സൗത്തിൽ എൻഡ് ചെയ്യുന്നു അല്ലേ. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിൽ എൻഡ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അതേപോലെ ഒരു മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത മാഗ്നറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, എവിടെയായാലും സൗത്തിൽ എൻഡ് ചെയ്താൽ പോരെ. അപ്പം പോകുന്നുണ്ട്, സൗത്തിലാണ് എൻഡ് ചെയ്യാന്നുണ്ട് പറയുന്നുണ്ട്. എൻഡ് ചെയ്യുന്നത് എവിടേക്കാണ്, സൗത്തിൽ തന്നെ വന്ന് എൻഡ് ചെയ്യുന്നു അല്ലേ. ഇവിടുന്ന് ഇതേ പർപ്പസ് തന്നെയല്ലേ. ഈ ഒരു മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെ സൗത്തിലേക്ക് എൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ വേറൊരു മാഗ്നറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അത് എവിടെ എൻഡ് ചെയ്യും, മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്തിൽ എൻഡ് ചെയ്യും. എങ്ങനെയായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്നാകണം, എൻഡ് ചെയ്യുന്നത് പോയിന്റ് സൗത്തിലായാൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പോയിന്റ് എന്താവും, അവിടെ പോയിട്ട് എൻഡ് ചെയ്യും. ക്ലിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ നിങ്ങൾക്ക് വേറൊരു സംശയം വരാം, എന്ത്, ഈ രണ്ട് പോള് നേരെ തിരിച്ചാണെങ്കിലോ, ഈ നോർത്തിൻ്റെ സ്ഥാനത്ത് സൗത്തും സൗത്തിൻ്റെ സ്ഥാനത്ത് നോർത്തുമാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ. അതും കൂടി എങ്ങനെയാണ്, അത് നേരെ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. അതെന്താണ്, നേരെ തിരിച്ചാണെങ്കിൽ ഡയറക്ഷൻ നേരെ തിരിച്ചു വരും, ഇത്രേ ഉള്ളൂ. ഇവിടെ നോർത്ത് ഇവിടെ സൗത്തും ആണെങ്കിൽ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത് ഇങ്ങോട്ടേക്കാവും, ഡയറക്ഷൻ ഇങ്ങോട്ടാവും, ഇത്രേ ഉള്ളൂ. ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഡയറക്ഷൻ ആവും, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ ഈ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്, റിപ്പൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിലൂടെ ഈ ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് in all dimensions around a magnet. This region around a magnet where the influence is felt is the magnetic field. അപ്പം ഇങ്ങനെ ഒരു മാഗ്നറ്റിന് ചുറ്റും ഇതുപോലെ ഒരു എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകളുടെ ഒരു റീജിയൻ ആയിട്ട് കിടക്കും. എന്താണ്, ഒരു വലിയ റീജിയൻ, ഒരു ചുറ്റുമായിട്ടൊരു റീജിയൻ പോലെ ഇങ്ങനെ കിടക്കും. ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് ഒരു റീജിയൻ, ഒരു റീജിയൻ, വലിയ വലിയ റീജിയൻ പോലെ ഇങ്ങനെ കിടക്കും അല്ലേ. നമ്മൾ ചിലന്തി വല കണ്ടിട്ടില്ലേ, ചിലന്തിയുടെ ആ റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ പുറത്താണെങ്കിൽ എന്ത് ചെയ്യില്ല, അതിന് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതേപോലെ ആ മാഗ്നറ്റിൻ്റെ ആ പരിധി എന്നാണ് ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം
ഓക്കെ, അതിൻ്റെ ഒരു പരിധി, മാഗ്നറ്റിൻ്റെ ഒരു പരിധി, ഈ പരിധിക്ക് കാരണമാകുന്ന എന്താണ്? ആ മാഗ്നറ്റിൻ്റെ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ആണ്. ആ മാഗ്നറ്റിക് ലൈൻസ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സാണ് അതിനുള്ള മെയിനായിട്ടുള്ള കാരണം. ഓക്കെ, ക്ലിയർ? അപ്പം ഇന്ന് ഇത്ര കാര്യങ്ങളാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.